എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിൽ പ്രതി ഷാരൂഖ് സൈഫി മതഭീകരവാദിയെന്ന് NIA. കാഫിറുകളെ കൊന്നൊടുക്കുകയായിരുന്നു ലക്ഷ്യം. രക്തരൂക്ഷിത ജിഹാദിന് ഷാരൂഖ് ശ്രമിച്ചെന്നും NIA കോടതിയിൽ അറിയിച്ചു. തീവ്ര ഇസ്ലാം മത പ്രചാരകരെ ഷാരൂഖ് സൈഫി പിന്തുടർന്നിരുന്നു. ഷാരൂഖിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ. ജാമ്യാപേക്ഷ കൊച്ചി NIA കോടതി തള്ളി. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, ഈ ജാമ്യാപേക്ഷ തള്ളിയ നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു? മറ്റൊന്ന്, NIA ഈ റിപ്പോർട്ട് നൽകുമ്പോൾ അതിൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണത്? വീണ, കേരളം ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാകുന്നു എന്നതിൻ്റെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ഭീകരാക്രമണത്തിൻ്റെ ട്രെയിനിന് തീവെച്ച സംഭവത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കോടതിയെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിലാണ് ഈ കേസിലെ പ്രതി, ഏലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിലെ ഒരേ ഒരു പ്രതി, മുഖ്യപ്രതിയായ ഷാരൂഖ് സൈഫി മതഭീകരവാദിയായിരുന്നു എന്നും മതഭീകരവാദ പ്രചാരണത്തിനും മതഭീകരവാദം നടപ്പിലാക്കുന്നതിനുമാണ് ഇയാൾ ശ്രമിച്ചത് എന്ന കാര്യം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ജിഹാദി പ്രവർത്തനം തന്നെയായിരുന്നു പ്രതി ഉദ്ദേശിച്ചിരുന്നത്. ജിഹാദ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തീവ്ര മതപ്രചാരകരുടെ പ്രസംഗങ്ങൾ, മതപ്രഭാഷണങ്ങളെല്ലാം തന്നെ തുടർച്ചയായി കേട്ടിരുന്ന ഷാരൂഖ് സൈഫി ഇത്തരത്തിൽ മതഭീകരതയ്ക്ക് അടിമയായിരുന്നു, അല്ലെങ്കിൽ അടിമപ്പെട്ടിരുന്നു. മതഭീകരവാദ ആശയങ്ങളായിരുന്നു ഇയാളുടെ മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നത് എന്ന കാര്യമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാഫിറുകളായാണ് മറ്റു വിശ്വാസികളെ എല്ലാം തന്നെ ഇയാൾ കരുതിയിരുന്നത്. കാഫിറുകളെ ഇല്ലാതാക്കുക, കൊന്നൊടുക്കുക എന്നത് തന്നെയായിരുന്നു മതഭീകരവാദിയായ ഷാരൂഖ് സൈഫിൻ്റെ ലക്ഷ്യമെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിശദമായി തന്നെയുള്ള വാദങ്ങളിലേക്ക് കടക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് വിചാരണ വൈകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതി ഷാരൂഖ് സൈഫി തനിക്ക് ജാമ്യത്തിന് അർഹതയുണ്ട് എന്നും ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വിചാരണ കോടതിയായ കലൂർ NIA കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് കോടതിയിൽ ദേശീയ അന്വേഷണ ഏജൻസി ഈ പ്രതിയുടെ പങ്കാളിത്തം, പ്രതിയുടെ ഭീകരവാദ ആശയ പ്രചാരണം, അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ എന്നിവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് നൽകിയത്. ഈ വിശദമായ റിപ്പോർട്ട് പരിശോധിച്ച് തന്നെയാണ് ഈ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. ജിഹാദി പ്രവർത്തനം, നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതഭീകരവാദ കേസിലും അന്വേഷണ സംഘം കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ജിഹാദി പ്രവർത്തനം. ജിഹാദായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. രാജ്യത്ത് മതഭീകരത വളർത്താനായിരുന്നു ഈ പ്രതികളെല്ലാം, ഈ ആളുകളെല്ലാം തന്നെ ലക്ഷ്യമിട്ടിരുന്നത്. അങ്ങനെയാണ് മതഭീകരവാദികൾ കൃത്യമായ ആസൂത്രണത്തോടെ പല കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഷാരൂഖ് സൈഫി പുറത്തുനിന്ന് വന്ന ആളാണ്. ഇയാൾക്ക് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ കിട്ടിയോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരുന്നു. എന്നാൽ മതഭീകരവാദിയായ ഷാരൂഖ് ഒറ്റയ്ക്ക് ചെയ്ത കൃത്യമാണ് എന്നും ഭീകരവാദ പ്രവർത്തനം അതിൽ മറ്റാരെയും പങ്കാളികളാക്കാതെ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പങ്കാളിത്തം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും എന്നെ ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് എത്തിയതിന് ശേഷം കേരളത്തിൽ പോകേണ്ട സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ആക്രമണങ്ങൾക്കടക്കം ലക്ഷ്യമിട്ടിരുന്ന സ്ഥലങ്ങൾ, താൻ കടന്നു പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇയാൾക്കുണ്ടായിരുന്നു. അത്തരം സ്ഥലങ്ങളുടെ പേരുകൾ ഒരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിച്ചിരുന്നു, ഒരു നോട്ട് പാഡിൽ എഴുതിക്കൊണ്ട് സൂക്ഷിച്ചിരുന്നു. ആ നോട്ട് പാഡ് ഇയാളിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞു. പിന്നീട് ഈ ആക്രമണത്തിന് ശേഷം 2023 ഏപ്രിൽ 2 ഏലത്തൂർ ട്രെയിൻ ഭീകരാക്രമണത്തിന് ശേഷം പ്രതി കടന്നു കളഞ്ഞു. പിന്നീട് മഹാരാഷ്ട്ര ATS ആണ് ഇയാളെ പിടികൂടി കേരള പോലീസിന് കൈമാറുന്നത്. അന്ന് മഹാരാഷ്ട്ര ATSൻ്റെ ചോദ്യം ചെയ്യലിൽ തന്നെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ഇയാൾ അന്വേഷണ സംഘങ്ങൾക്ക് കൈമാറിയിരുന്നു. തുടർന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി കേസ് ഏറ്റെടുക്കുന്നതും വിശദമായി തന്നെയുള്ള അന്വേഷണം നടത്തുന്നതും. പ്രതിയുടെ പങ്കാളിത്തം, ഈ കേസിലുള്ള പങ്കാളിത്തം മാത്രമല്ല, മതഭീകരവാദ പ്രവർത്തനങ്ങളിലുള്ള പ്രതിയുടെ ആകൃഷ്ടനായതും അത്തരം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക, കാഫിറുകൾ എന്ന് താൻ വിശ്വസിക്കുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യുക തുടങ്ങിയവയായിരുന്നു പ്രതി ലക്ഷ്യം വെച്ചിരുന്നത് എന്നെല്ലാം വ്യക്തമായിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ മറ്റേതെങ്കിലും ഒരു ആസൂത്രണം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ കൂടി, ഈ ആക്രമണത്തിൽ പിടിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ മറ്റു ചില ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് കൂടി പ്രതി എത്തിപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ് അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും നിർണായകമായ, ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി NIA കോടതിയിൽ സമർപ്പിച്ചത്.